ഹലോ നമസ്കാരം. ഹോംലി മിൽക്കോട്ടിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത്. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മൺചട്ടിയാണ് ചിക്കൻ വേവിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോ ചിക്കൻ ചെറുതായി അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ്. ഞാനിത് ചോറിന് വേണ്ടി തയ്യാറാക്കുന്നതുകൊണ്ട് 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ കറി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് തേങ്ങ വറുക്കാനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ, കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 വറ്റൽമുളക്, 2 ചെറുള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 2 മിനിറ്റ് ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ കളറൊന്ന് ഡാർക്ക് കളർ ആകും വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടാക്കി കളർ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാൻ്റെ ചൂടിൽ തന്നെ ഇതിലൊന്ന് ഇളക്കിയെടുത്ത് വറുത്തെടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് വെള്ളം തീരെ ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 8-10 ചെറുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ ബ്രൗൺ നിറമാകണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച മസാലപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഒരു 30 സെക്കൻഡോളം ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 8-10 മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ പാകത്തിനാണ്, വേവും പാകത്തിനാണ്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. നമുക്കത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക് യു.